എല്ലാവർക്കും നമസ്കാരം. നല്ല നാടൻ കറികളൊക്കെ കൂട്ടി ഊണ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഒരുപാട് ആൾക്കാരും. അപ്പോൾ നല്ല നാടനായിട്ടുള്ള ചീരയും പരിപ്പും കറിയും നല്ല മസാലയൊക്കെ ഇട്ട് പൊരിച്ചിട്ടുള്ള മീൻ പൊരിച്ചത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ഹോട്ടലുകളിലൊക്കെ കിട്ടുന്ന, പ്രത്യേകിച്ച് മലബാർ സൈഡുകളിലെ ഹോട്ടലുകളിലൊക്കെ കിട്ടുന്ന ഐക്കൂറ മസാല ഇട്ട് പൊരിച്ചതും ചീരയും പരിപ്പ് കറിയാണ് ഇന്നത്തെ ഊണിന്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. 1 കപ്പ് പരിപ്പ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 10-15 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കുതിർത്തിയിട്ടതാണ്. പീസ് പരിപ്പാണ് എടുത്തിട്ടുള്ളത്, തുവരപ്പരിപ്പല്ല. ഇനി പകരം തുവരപ്പരിപ്പ് എടുക്കണമെങ്കിൽ എടുക്കാം. അപ്പോൾ പീസ് പരിപ്പ് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റിയാണ്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. അപ്പോൾ ഇത് 1 കപ്പ് പരിപ്പ് 15 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ കെട്ട് ചീര നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്. ചീരയുടെ തണ്ട് കൂടി ചേർത്തിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ചീരയുടെ പകരം മുരിങ്ങയ്ക്ക എടുക്കാം. ഇനി മുരിങ്ങയ്ക്കയും ചീരയൊന്നും കിട്ടാത്തവർക്ക് പാലക്കും എടുക്കാം. ഇതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരുപാട് പഴുക്കാത്ത ചെറിയ പുളിപ്പുള്ള ഒരു തക്കാളി എടുക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ള 2-3 പച്ചമുളക് എടുക്കാം. 2-3 പാകമായിരിക്കും. ഒരു 10 അല്ലി ചെറിയുള്ളിയും ഒരു 4-5 വെളുത്തുള്ളിയും ഇതിലേക്ക് മാറ്റി വയ്ക്കാം. ആദ്യം പരിപ്പ് ഈ ഇൻഗ്രീഡിയൻസ് കൂടിയിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. കഴുകി കുതിർത്തി വെച്ച പരിപ്പ് ഇതിലേക്ക് ചേർക്കാം. വെളുത്തുള്ളി, ചെറിയുള്ളി അരിയൊന്നും വേണ്ട, അതേപടി ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊന്ന് നെടുവേ കീറിയിട്ട് ചേർത്ത് കൊടുക്കാം. തക്കാളിയും ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ കലത്തിലിട്ട് വേവിക്കാതെ കുക്കറിലിട്ട് വേവിക്കാം. കുക്കറിലിട്ട് വേവിക്കുമ്പോൾ അത് വേവ് കൂടിപ്പോയാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ചിലർക്ക് അങ്ങനെ വെന്തിരിക്കുന്നതായിരിക്കും ഇഷ്ടപ്പെടുക. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് വേവാൻ വേണ്ടി ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്നങ്ങ് മിക്സ് ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പ്, ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളച്ചതിന് ശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് എടുക്കും ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരാനായിട്ട്. ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞു പോകാതിരിക്കുന്നതാണ് ടേസ്റ്റി ആയിട്ടുള്ളത്. ഇനി വേവുന്നത് ഇഷ്ടമുള്ളവർക്ക് അതുപോലെ ചെയ്യുകയും ചെയ്യാം. അങ്ങനെയുള്ളവരാണെങ്കിൽ കുക്കറായിരിക്കും കുറച്ചുകൂടി സൗകര്യമായിട്ടുണ്ടാവുക. മീൻ പൊരിക്കാൻ വേണ്ടി മീൻ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 6 ചെറിയ പീസ് മീനാണ് എടുത്തിട്ടുള്ളത്. ഇത് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. പൊതുവേ നമ്മൾ ഈ ഹോട്ടലുകളിലൊക്കെ കിട്ടുന്നത് ഇതുപോലുള്ള നെയ്മീൻ അല്ലെങ്കിൽ ഐക്കൂറയാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതെടുത്തത്. ഈ ഒരു മീനാണെങ്കിലും ഇനി അത്യാവശ്യം കട്ടിയുള്ള ഏത് മീൻ എടുത്താലും ടേസ്റ്റി ആയിരിക്കും. മീൻ പൊരിക്കാൻ മസാല തയ്യാറാക്കാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആദ്യമേ എടുത്ത് വയ്ക്കാം. ഇതിലേക്ക് പൊടിയായിട്ട് നമ്മൾ ചേർക്കുന്നത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ്. മുളക് പൊടി ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം എടുക്കണം, അല്ലെങ്കിൽ വലിയ ജീരകം. ഒരു തണ്ട് കറിവേപ്പില എടുക്കാം. ഒരു 4-5 ചെറിയുള്ളി എടുക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചി എടുക്കാം. 4-5 വെളുത്തുള്ളി എടുക്കാം. ഒരുപാടൊന്നും ഇത് കൂടി പോകുന്തോറും ടേസ്റ്റ് വ്യത്യാസമായിരിക്കും. ഇനി ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു ചെറുനാരങ്ങ നീര്, ഒരു വലിയ ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർത്തിട്ട് ഇത് ആദ്യം ഒന്ന് അടിച്ചെടുക്കാം. ഇത് അടിച്ചെടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് അടിഞ്ഞ് വന്നില്ല എന്നുണ്ടെങ്കിൽ അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് അടിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ ആദ്യം ഒന്ന് അടിച്ചെടുത്തതാണ്. ഇത് ഒരുപാട് അങ്ങ് ഗ്രൈൻഡായി വന്നിട്ടില്ല. അതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം മാത്രം ചേർത്ത് അടിച്ചെടുക്കുക. ഒരുപാട് വെള്ളം കൂടിപ്പോകരുത്. ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ആവശ്യത്തിന് നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കാം.
എല്ലാ ഇൻഗ്രീഡിയൻസും അത്യാവശ്യം നല്ലതുപോലെ അരഞ്ഞു കിട്ടണം. ഏതാണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുത്തിട്ട് ഈ മസാല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മീൻ പൊരിക്കുന്നത്. മസാല മീനിലേക്ക് പുരട്ടി കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ആവുന്ന തരത്തിൽ മസാല പുരട്ടി കൊടുക്കുക. എന്തായാലും ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേക്കും മസാല കുറച്ച് ബാക്കി ഉണ്ടാവും. ആ മസാലയും നമുക്ക് ഇതിൻ്റെ മീൻ പൊരിച്ച് കഴിഞ്ഞ് ആവശ്യമുണ്ട്. അപ്പോൾ അതും കളയാതെ തന്നെ മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ നന്നായി മാരിനേറ്റ് ചെയ്തതിന് ശേഷം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരുപാട് നേരം വെക്കണം എന്നില്ല. സമയമുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചാൽ നല്ലതാണ്. ആ മീനിലേക്ക് കുറച്ച് നന്നായിട്ട് പിടിച്ച് കിട്ടും. ഇനി മാറ്റി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുത്താലും പ്രശ്നമൊന്നുമില്ല. ഈ സമയം കൊണ്ട് പരിപ്പ് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. വെന്ത പരിപ്പിലേക്ക് ഇനി ചീര ചേർത്ത് കൊടുക്കണം, താളിച്ചൊഴിക്കണം. അത്ര തന്നെയുള്ളൂ. അത്യാവശ്യം നല്ലതുപോലെ തന്നെ പരിപ്പ് വെന്തിട്ടുണ്ട്. പരിപ്പ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചീര ചേർത്ത് കൊടുക്കാം. ചീരയ്ക്ക് ഒരുപാട് വേവൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പരിപ്പ് ചെറിയ തീയിൽ വെച്ചതിന് ശേഷം ചീര ചേർക്കാം. പരിപ്പിൽ വെള്ളം കുറവാണെങ്കിൽ അതിലേക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. പരിപ്പിൽ വെള്ളം ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നാലാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അതുമാത്രമല്ല ചീര അതിൽ അത്യാവശ്യം ഒന്ന് വെന്ത് വരാനുണ്ട്. അപ്പം അതിന് വേണ്ടി ഉപ്പും കൂടി നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വെച്ച് കൊടുക്കുക. ചെറിയ തീയിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴേക്കും ചീര അത്യാവശ്യം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഒരു തണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പരിപ്പ് വെന്തതിന് ശേഷം ഇതിലേക്ക് താളിച്ചൊഴിക്കണം. ഒരു കടായി ചൂടാക്കി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം. 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം തീ അങ്ങ് ഓഫ് ചെയ്യുക. ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൂടി ചേർത്ത് അതിന് ശേഷം വെളിച്ചെണ്ണയ്ക്ക് അത്യാവശ്യം ചൂടുണ്ടാവും. അതിലേക്കൊരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. അതിനുശേഷം ഈ ഒരു വെളിച്ചെണ്ണയിൽ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുക. ആ ഒരു വെളിച്ചെണ്ണയുടെ ചൂട് കൊണ്ട് അതിൻ്റെ ഒരു പച്ചമണം എല്ലാം മാറിക്കോളും. ഇതാണ് നമുക്ക് താളിച്ചൊഴിക്കേണ്ടത്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടും നല്ല ടേസ്റ്റിയാണ് ഇതും താളിച്ചൊഴിച്ച് കറി എടുക്കുമ്പോൾ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഒഴിച്ചുകറിയായിട്ട് ഉപയോഗിക്കാം. ചോറിൻ്റെ കൂടി ഇത് മാത്രം മതി. നല്ലപോലെ നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്യുക. നല്ല നാടനായിട്ടുള്ള ഒരു കറിയാണ്. പാലക്ക് വെച്ചിട്ടും അതുപോലെ മുരിങ്ങയ്ക്ക വെച്ചിട്ടും പരിപ്പ് കറി ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ്. ചുവട് കട്ടിയുള്ള ഒരു പാൻ ചൂടാക്കി 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കി ഇതുപോലെ കുറച്ച് മസാല ഉണ്ടാവും. ഇത് മാറ്റി വെക്കാം. മീൻ പൊരിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു മസാല കൂടി ചേർത്തിട്ട് വേണം മീനിൻ്റെ മുകളിലിടാനുള്ള മസാല തയ്യാറാക്കിയെടുക്കാൻ. മീഡിയം ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് ആദ്യം വെച്ച് കൊടുക്കുക. അതിനുശേഷം തിരിച്ചും മറിച്ചു വിട്ട് മീൻ കുക്ക് ചെയ്തിട്ട് എടുക്കുക. ഒരുപാട് വേവില്ല, അതുകൊണ്ട് തന്നെ വളരെ ചെറിയ തീയിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മീൻ പൊരിച്ചെടുക്കുന്നതാണ് നല്ലത്. മീൻ 2 ഭാഗവും കുക്കായി കഴിഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. കുറച്ച് സ്ഥലമുള്ള പാനാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡിലേക്ക് നീക്കി വെച്ചാലും മതി. പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ആ ഒരു മസാല തയ്യാറാക്കാൻ കുറച്ചും കൂടി
നന്നായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടാവും. വെളിച്ചെണ്ണ കുറവാണെന്ന് തോന്നിയാൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നേരത്തെ ബാക്കി വന്നിട്ടുള്ള ഈ ഒരു മസാല ഇട്ട് നല്ലപോലെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ മൂപ്പിച്ചെടുക്കണം. ചെറിയ തീയിലിട്ട് ചെയ്യണം. തീ കൂട്ടിയിട്ടാൽ വളരെ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോയി അതിൻ്റെ ടേസ്റ്റ് വളരെ വ്യത്യാസമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഇതിൻ്റെ പച്ചമണം ഏകദേശം ഒരു 2-3 മിനിറ്റ് തന്നെ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. പെട്ടെന്നൊന്നും അത് മാറില്ല, കാരണം പച്ചയാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ, നല്ലൊരു സ്മെല്ല് വരുന്നത് വരെ ഇതുപോലെ ആക്കി കൊടുക്കാം. ഈ ഒരു മസാലയുടെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ വയ്യ, നല്ല ടേസ്റ്റാണ്. അതും ചോറിൻ്റെ കൂടെ ഇത് മാത്രമൊക്കെ തന്നെ മതിയാവും, നമുക്ക് കഴിക്കാൻ പറ്റും. ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് മീനിൻ്റെ മുകളിലേക്ക് ഈ മസാല സ്പ്രെഡ് ചെയ്യുക. സ്പ്രെഡ് ചെയ്തതിന് ശേഷവും കുറച്ച് നേരം ചെറിയ തീയിൽ ഒരു 2-3 മിനിറ്റ് കൂടി വെച്ച് കൊടുക്കുക. അപ്പോഴേക്കും ആ മീനിൻ്റെ പുറത്തേക്ക് ആ ഒരു മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ടാവും. ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുറത്തുനിന്നൊക്കെ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന മീൻ പൊരിച്ചതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് ഇതിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു മീൻ മാത്രമല്ല, നമ്മൾ സാധാരണ ചാളയിലൊക്കെ ഇതുപോലെ പൊരിച്ചെടുത്ത് മസാല അതിന് മുകളിലിട്ടാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഏത് മീനാണോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ആ മീൻ വെച്ച് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇന്ന് ഷെയർ ചെയ്ത 2 വിഭവങ്ങളും വളരെ നാടനായിട്ടുള്ള നമ്മുടെ സാധാരണ സ്പൈസസ് മാത്രം ഉപയോഗിച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. ഈ ഒരു കോമ്പിനേഷനും നല്ല കോമ്പിനേഷനാണ്, ഈ ഒരു ചീരയും പരിപ്പും കറിയും മീൻ പൊരിച്ചത്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റാണ്, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവർക്കും റെസിപ്പീസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. റെസിപ്പീസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെയും നല്ല നല്ല റെസിപ്പികളായിട്ട് കാണാം. ഈ ഒരു ഊണ് കോംബോ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്സൊക്കെ കമൻസിൽ അറിയിക്കുക. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും കൂടി ഫോളോ ചെയ്യാൻ മറക്കരുത്. പിന്നെയും നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റെസിപ്പീസായിട്ട് കാണുന്നവരേക്കും താങ്ക് യു.